ഒരുപാട് പഠിച്ചിട്ടൊന്നുമില്ല. അപ്പം ആ സമയത്ത് പിന്നെ ഗൾഫ് പോകാന്നുള്ള വലിയ സ്വപ്നമാണ്. പ്രത്യേകിച്ച് മലബാറുകാർക്കെന്ന് വെച്ചിട്ടാണ് എല്ലാ വീടുകളിലും ആൾക്കാരുണ്ടാവുമല്ലോ ഗൾഫിൽ. അപ്പം പഠിക്കുന്ന കാലത്ത് എന്താണെന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഗൾഫിലേക്ക് പോകാമെന്നുള്ളൊരു ഇതാണ്. അപ്പം ഞാനും ഗൾഫിലേക്ക് പോയിരുന്നു. ആ ഗൾഫ് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ. എങ്ങനെയെങ്കിലും തിരിച്ചു വരണമെന്നുള്ളതായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നായിഫ് റോഡിലായിരുന്നു താമസിച്ചത്, ദുബായിൽ, അറിയാലോ. അപ്പോൾ അവിടെ ഇതിൻ്റെ മൊബൈലിൻ്റെ വലിയ ഹബ്ബാണ്. അതെ അതെ അതെ. അപ്പോൾ അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഐഡിയ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ച് നാട്ടിലേക്ക് വരിക, സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങി സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് നമ്മളേതായ ഒരു സ്പേസ് കേരളത്തിലുണ്ടെന്നും തിരിച്ചു വരണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. ദുബായ് പോയിട്ട് ബിസിനസ് ചെയ്യുമായിരുന്നു അതോ? ബിസിനസ് അല്ല, ഞാൻ അവിടെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തായിരുന്നു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. എൻ്റെ ബ്രദർ എന്നെ ഒരു കമ്പനിയിൽ കയറ്റി. അവൻ്റെ ബ്രദറിൻ്റെ കമ്പനിയിലല്ലാതെ അവിടെ ഒരു കമ്പനിയിൽ തന്നെ ചെയ്തു. അപ്പം ജോലിയുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കി. അപ്പം നന്നായിട്ട് ഞാൻ ഏകദേശം എനിക്ക് തോന്നുന്നത് ഞാൻ 4 മാസത്തെ അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് 2008 ആ സമയത്താണ് 4 മാസം വർക്ക് ചെയ്തോളൂ. 4 മാസം കഴിഞ്ഞപ്പോൾ തന്നെ കയറി പോന്നോ? ആ 4 മാസം കൊണ്ട് ഞാൻ അവിടെ കഷ്ടപ്പെട്ടത്. അപ്പോൾ ആ സമയത്ത് ഞാൻ പിന്നെ എങ്ങനെയെങ്കിലും ഇവിടെ എത്തുക എന്നുള്ളതാണ്. അപ്പം ഇവിടെ എത്തിയതിന് ശേഷം എനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ താമസിച്ച സ്ഥലത്ത് നിന്ന് ഒരുപാട് പഠിക്കാൻ പറ്റി എനിക്ക്. ആ പഠിത്തമാണ് ശരിക്കും ഈ മൊബൈൽ ഫീൽഡിലേക്കുള്ള. ഈ ദുബായിക്ക് പോകുമ്പം വാപ്പിച്ച് എന്താണ് പറഞ്ഞത്? പോകണമെന്ന് പറഞ്ഞ് നമ്മുടെ ഇഷ്ടപ്രകാരം പോയതാണോ? ഞാൻ എൻ്റെ ഇഷ്ടപ്രകാരം. വാപ്പിച്ച് പോകണ്ടെന്നോ പോകണമെന്നും പറഞ്ഞിട്ടില്ല? അല്ലെങ്കിൽ വാപ്പിച്ചിയുടെ കൂടെ വേണമെങ്കിൽ നിൽക്കാം, ബിസിനസ് നിൽക്കാം. അതിലൊന്നും വാപ്പിച്ചിക്ക് സ്വന്തമായിട്ട് നമുക്കൊരു ഫ്രീഡം തരുന്നതാണ്. അപ്പം നമ്മളെല്ലാ സെലിബ്രിറ്റീസാണ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത്. ഇത് അന്ന് മുതൽ ഞാൻ 2006 തുടങ്ങിയ മുതൽ മാർക്കറ്റിംഗ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് എൻ്റേതായ ഒരു വിഷൻ ഉണ്ടായിരുന്നു. അപ്പം നമുക്ക് ആളുകളിലേക്ക് ഈ ബ്രാൻഡ് മീൻസ് അന്നത്തെ കാലത്ത് ബ്രാൻഡിനെ കുറിച്ച് വലിയ രീതിയിലുള്ള ഇതൊന്നുമില്ല. ഒരു 10ാമത്തെ ഷോറൂം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷേ അന്ന് മുതൽ പരസ്യങ്ങൾ ചെയ്യാൻ ഞാൻ തുടങ്ങിയിരുന്നു. റേഡിയോയിലായാലും ഇപ്പോൾ അന്ന് റെഡ് FM ഒക്കെ ആയിരുന്നു. റെഡ് FM 2007 റെഡ് FM ക്ലബ്, പിന്നെ റേഡിയോ മാംഗോ. അപ്പോൾ അതേപോലെ പത്ര പരസ്യങ്ങൾ, ലീഫ്ലെറ്റ്സുകൾ, ഓട്ടോ ബ്രാൻഡിങ്, അങ്ങനെ. അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട് മാർക്കറ്റിംഗ്. അത് ഇന്നും തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ തന്നെയാണല്ലോ പോകുന്നത്. അതെ അതെ. ആദ്യമായിട്ട് ഉപയോഗിച്ച ഫോൺ ഏതാണ്? എനിക്ക് തോന്നുന്നത് നോക്കിയയുടെ വലിയ ടൈപ്പ്, വലുതല്ല, ആ 7210 മോഡലാണ്. അതാണ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഉപയോഗിക്കാത്ത ഫോണുണ്ടോ? അങ്ങനെയല്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫോണുകൾ ഇപ്പം വെച്ചു കുറേ അൺബ്രാൻഡഡ് ആയത് ഇവിടെ കിട്ടാത്ത കുറേ ബ്രാൻഡുകൾ പുറത്തുണ്ടല്ലോ, ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടല്ലേ. അപ്പം ഇതിനോട് ഒരു വലിയൊരു ക്രേസ് ഉള്ള ആളല്ല ഞാൻ. അപ്പോൾ ഇത് ഉണ്ടെങ്കിലും പക്ഷേ നമ്മൾ ആവശ്യങ്ങൾ നടന്നു പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഒരു 3-4 ഫോൺ കയ്യിലുണ്ട്. അത് നമ്മുടെ ബിസിനസ് പരമായ ആവശ്യത്തിനല്ലേ. അത് നമ്മൾ ഉപയോഗിച്ചാൽ നമ്മൾ എല്ലാ ഫോണും ഇവിടെ വിൽക്കുന്നുണ്ട്. എനിക്ക് ചോദിക്കാമെന്ന് പറഞ്ഞാൽ പറയുമെന്ന്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോൺ ആയിരിക്കും. എല്ലാ ഫോണും എനിക്ക് ഇഷ്ടമാണ്. എല്ലാ ബ്രാൻഡുകളും എനിക്ക് ഇഷ്ടമാണ്. ചില സെലിബ്രിറ്റികളുടെ അടുത്ത് ഇന്റർവ്യൂ നിങ്ങൾ ചെയ്ത് വെച്ചാൽ ഏറ്റവും നല്ല കഥാപാത്രം, എനിക്ക് എല്ലാ കഥാപാത്രം പറയുന്ന പോലെ ആയിരിക്കും മറുപടി. എനിക്ക് അറിയാൻ മറുപടി എങ്ങനെയായിരിക്കും. എല്ലാ ഫോണും എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ ഇന്നൊന്നും പറയില്ല, ഒരിക്കലും പറയില്ല, പറയാൻ പറ്റില്ല. എല്ലാം നമ്മളെ കുട്ടികളല്ലേ. തീർച്ചയാണ്. പക്ഷെ എങ്കിലും മനസ്സിലാണെങ്കിൽ ഒരു സാധനം ഉണ്ടല്ലോ, എല്ലാം ഇഷ്ടമാണ്. ഞാൻ അങ്ങനെ ചോദിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ടായിരിക്കും എന്തെങ്കിലും അങ്ങനത്തെ ചോദ്യങ്ങൾ ഉണ്ടാവുന്ന എനിക്ക് അറിയാലോ. ഈ ഫോണിൽ നമുക്കൊരു ഫോൺ ബിസിനസ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ശരിക്കും ഒരു ഫോണിൽ രഹസ്യമായിരിക്കാം പരസ്യമാക്കാൻ പറ്റുന്ന ഒരു ഫോൺ വിറ്റാൽ എന്ത് ലാഭം കിട്ടും? ഞാൻ ആ ചോദ്യം തിരിച്ചു പറയാം. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ഫോൺ വിൽക്കുക എന്നുള്ളതല്ല, ഞാനൊരു ഡിജിറ്റൽ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതായത് ഇപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലഘട്ടമാണ് അല്ലേ. ഇപ്പം നമുക്ക് ഈ ഫോണില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇപ്പം നമ്മൾ സഞ്ചരിക്കുക. കാരണം നമ്മളുടെ എല്ലാ കാര്യങ്ങളും ഈ ഫോൺ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. നമ്മളെ ബാങ്ക് ആയിക്കോട്ടെ, നമ്മുടെ ട്രെയിൻ ടിക്കറ്റ്, ഫ്ലൈറ്റ് ടിക്കറ്റ്, എവറിത്തിങ്. ഇപ്പം നമ്മൾ ഈവൻ നമുക്കൊരു സ്നാക്സ് പോലും ഓർഡർ ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു പച്ചക്കറി, അല്ലെങ്കിൽ വീട്ടിലേക്കുള്ള എല്ലാം എന്തിലാണ് ചെയ്യുന്നത്? നമ്മൾ ഫോണാണ്. ഫോണില്ലാതെ പറ്റില്ല. പക്ഷെ പല ആൾക്കാരും നമ്മളെടുത്ത് വന്ന് ഫോണുകൾ വാങ്ങിക്കുന്നുണ്ട്. അപ്പം അത് വലിയ ഫോണുകളൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഫീച്ചേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കുക, അത് ഉപയോഗിക്കുക ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഓരോ ഷോറൂം തുടങ്ങുന്ന സമയത്തും നമ്മൾ അതാത് സ്ഥലങ്ങളിലുള്ള ആൾക്കാരാണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പോൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മൈജിക്ക് ഷോറൂംസ് ഉണ്ട്.
മൈജി കോഴിക്കോട് നിന്നുള്ള ആൾക്കാരല്ല തിരുവനന്തപുരത്ത് നിന്ന്, തിരുവനന്തപുരത്തുള്ള ആ സർക്കിളിലുള്ള ആൾക്കാരെ സെലക്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ നമ്മൾ പഠിപ്പിച്ചെടുത്തിട്ട് അവിടെയാണ് നമ്മൾ ഷോറൂമിലേക്ക് വെക്കുന്നത്. അപ്പോൾ വരുന്ന കസ്റ്റമേഴ്സിന് ഇപ്പോൾ ഹൈദർജി നമ്മൾ കടയിൽ വരികയാണെങ്കിൽ, ഷോറൂംസിൽ വരികയാണെങ്കിൽ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ്, നിങ്ങൾ ആവശ്യം മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങളൊരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് തരുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന പ്രൊഡക്റ്റിനെക്കാട്ടിലും കൂടുതൽ ഞങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ഡിസ്പ്ലേ, നിങ്ങളൊരു ഒരു റിപ്പോർട്ടറാണ്, നിങ്ങൾക്ക് കൂടുതൽ റെക്കോർഡിംഗ് ഉള്ളത് വേണം, അല്ലെങ്കിൽ ക്യാമറ, അതിൻ്റെ എന്താണ് നിങ്ങളെ നീഡ് മനസ്സിലാക്കിയിട്ട് അതിനൊരു ഡിജിറ്റൽ സൊല്യൂഷൻ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അതിലുള്ള ഫീച്ചേഴ്സ് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇപ്പം നമ്മൾ കോഴിക്കോട് തന്നെ ഒരു സ്വപ്നനഗരി എന്ന് പറയുന്ന ഒരു റെസിഡൻസ് അസോസിയേഷൻ, ഇവിടെ പൂർണ്ണമായിട്ടും നമ്മൾ എന്ത് ചെയ്ത് എല്ലാ പ്രായക്കാരെയും നമ്മൾ സാക്ഷരത, അതായത് ഡിജിറ്റൽ സാക്ഷരത കൊണ്ടുവന്നു. അപ്പോൾ എല്ലാവരും അവരെന്താ വെച്ചാൽ കണക്കിൽ പ്രായമുള്ള ആൾക്കാരൊക്കെ തന്നെ അവരിപ്പോൾ ഫോണിലാണ് അവരുടെ കറണ്ട് ബില്ല് എടുക്കുന്നതും അത്യാവശ്യം ആളില്ലെങ്കിൽ ഫുഡ് വാങ്ങിപ്പിക്കുന്നതും എല്ലാം. അപ്പോൾ നമ്മൾ ഓരോ ഷോറൂംസിലും ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു വിൽപ്പന എന്നുള്ളതുപരി എന്തും ആയിക്കോട്ടെ, കാരണം നമ്മൾ മൊബൈൽ മാത്രമല്ല, ലാപ്ടോപ്സ് ആയിക്കോട്ടെ, ഈവൻ നമ്മൾ ഫ്രിഡ്ജ് ആയിക്കോട്ടെ, ഫ്രിഡ്ജ് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ ടി വി ആയിക്കോട്ടെ, ഇപ്പോൾ സ്മാർട്ട് ടി വിയിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. പലതും ആൾക്കാർ ഒരു കേബിൾ കണക്ട് ചെയ്ത് ആ ചാനൽസ് മാത്രമാണ് കാണുന്നത്. അപ്പോൾ അതിനെ കൂടുതൽ ആൾക്കാർക്ക് എഡ്യൂക്കേറ്റ് ചെയ്ത് അവർക്കൊരു സൊല്യൂഷനും നെക്സ്റ്റ് ലെവലിലേക്ക് അവരെ കൊണ്ടുപോകുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ ലക്ഷ്യം. അതെ അതെ, ബിസിനസ്സിന് അപ്പുറത്തേക്കുള്ള ലക്ഷ്യം. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞ ഒരു കംപ്ലീറ്റ്ലി ഒരു ഡിജിറ്റൽ സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഈ നമ്മൾ ഈ കൈ നിറയെ സന്തോഷം, കൈ നിറയെ നമ്മുടെ ഒരു പണം, മനസ്സ് നിറയെ സന്തോഷം, നമുക്ക് പലതും ചെയ്യണമെന്ന് തോന്നാറുണ്ട് അല്ലേ ഷാജിക്ക? പലതും ചെയ്തതായിട്ട് ഞാൻ കണ്ടു. അങ്ങനെ ചെയ്തത് പറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ചോദിക്കുകയാണ്, അങ്ങനെ ചെയ്തതിൽ ഏറ്റവും സംതൃപ്തി വന്നത് എന്തായിരിക്കും ഒരു നല്ല നമ്മൾ ചെയ്ത പ്രവൃത്തിയിൽ? എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത് പീസാണ്, സമാധാനമാണ്. അപ്പം നമുക്ക് ഒരുപാട് പൈസ പണമുണ്ടെന്ന് വിചാരിച്ചാൽ നമുക്കത് എടുത്ത് കഴിക്കാനോ വക്കിലൊന്നും പറ്റില്ല. നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാം ഇന്ന് നമ്മളെ മുന്നിലെത്താനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അതിലൊക്കെ ഉപരി നമുക്ക് സമാധാനം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മളിലുണ്ടാവും. അതിലേറ്റവും കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്നത്, പറയാൻ ശരിക്കും പാടില്ലാത്തതാണ്, ഒരുപാട് എന്താ പറയുക, പാവപ്പെട്ട ആൾക്കാർ, അമ്മമാരുണ്ട്, നമ്മൾ ഓൾഡ് ഏജ് ഹോംസ്, അതേപോലെ നിരവധി സ്ഥലങ്ങൾ, അത്തരം സ്ഥലങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ മൈജി എത്തുന്നുണ്ട് വളരെ രഹസ്യമായിട്ട്. അതിനുവേണ്ട എല്ലാ കാര്യങ്ങളും, അത് വിദ്യാഭ്യാസമായാലും ഹെൽത്തിലായാലും എഡ്യൂക്കേഷൻ ഹെൽത്ത്, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ അത് നാട്ടിലായാലും എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയകളിലൊക്കെ തന്നെ നമ്മളത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. എപ്പോഴെങ്കിലും ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും വീഴ്ചകളൊക്കെ ഒരുപാട് ക്രൈസിസുകൾ ഉണ്ടായിട്ടുണ്ട് ഈ യാത്രയിൽ. ഈസി അല്ലല്ലോ, കാരണം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം എല്ലാ മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്തിലും ഷോറൂംസ് തുടങ്ങാമെന്ന് പറഞ്ഞാൽ അറിയാലോ. അപ്പം ഒരുപാട് ക്രൈസിസ് എൻ്റെ യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പം അത് തരണം ചെയ്ത് പോകുന്നത് കൊണ്ടാണ് എനിക്ക് ഈ ഏറ്റവും ആഴത്തിലുള്ള വീഴ്ച ഏതായിരിക്കും? എൻ്റെ ഏറ്റവും കൂടുതൽ ആഴ്ച എന്ന് പറഞ്ഞാൽ എൻ്റെ വാപ്പിച്ച് എനിക്ക് നഷ്ടപ്പെട്ടത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ. ഇപ്പം എൻ്റെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉമ്മച്ചി എൻ്റെ കൂടെ ഉള്ളതാണ്. അത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. എനിക്ക് ഏറ്റവും കൂടുതൽ എനർജി, എനിക്ക് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കിട്ടുന്നതൊക്കെ തന്നെ ഉമ്മച്ചിയുടെ. എൻ്റെ എല്ലാ ഷോറൂംസുകളും ആദ്യം ഇനോഗ്രേറ്റ് ചെയ്യുന്ന ഉമ്മച്ചിയുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് നമുക്ക് വേറെ തന്നെയാണല്ലോ, മറ്റെന്തിനേക്കാട്ടിലും വലുതല്ലേ. അപ്പം നമ്മളൊരു ഷോറൂംസ് ഇനോഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ സ്റ്റാഫിനോടത്ത് ഡിഫറെൻറ്റ് ഇതിലുള്ള ആൾക്കാരല്ലാണ്ട, നിങ്ങൾ നിങ്ങളേതായ രീതിയിൽ പ്രാർത്ഥിക്കുക. ഉമ്മച്ചിക്ക് വരാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ വീഡിയോ കോൺഫറൻസിൽ ഉമ്മച്ചി വന്ന് എല്ലാവരോടും പ്രാർത്ഥിക്കാൻ വേണ്ടി വരും. അത്രേ ഉള്ളൂ. ഉമ്മച്ചി കൂടെ ഉള്ളത് വലിയൊരു ഭാഗ്യം തന്നെ അല്ലേ? വലിയ ഭാഗ്യം തന്നെ. നമ്മൾക്ക് വിശ്വാസം അങ്ങനെയല്ലോ, ഉമ്മയുടെ കാൽപാദത്തിനടിയിലാണ് സ്വർഗ്ഗം. ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് എനിക്ക് അത് ഉമ്മച്ചീനെ നോക്കാൻ പറ്റുന്നതും അതാണ് ഏറ്റവും വലിയൊരു സന്തോഷം. ഞാൻ പറഞ്ഞില്ല, ആ ഒരു സമാധാനം കിട്ടുക എന്നുള്ളത് വലിയൊരു സന്തോഷമല്ലേ.